ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ബാലഗോപാൽ അവതരിപ്പിച്ചൊരു ബഡ്ജറ്റ് പോയിരുന്നു. അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വച്ച തുക 700 കോടി രൂപയാണ്. ബാലഗോപാൽ അവതരിപ്പിച്ചു പോയ ബഡ്ജറ്റിൽ നിന്നും വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലെത്തിയപ്പോൾ 444 കോടി രൂപ കുറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 256 കോടി എന്നുള്ളത് മത്സ്യ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചേക്കാണ്. ബാലഗോപാൽ LDFന്റെ കാലത്ത് നീക്കിവച്ച തുക 11 മേഖലയും 11 പദ്ധതികളും പ്രഖ്യാപിച്ചു. നിങ്ങൾ ആ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ കാണും. ഇപ്പോൾ വി ഡി സതീശൻ അവതരിപ്പിച്ചപ്പോൾ ആ 11 മേഖലയിലും പൈസയില്ല, 1 രൂപ പോലും ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കേൾക്കുന്നുണ്ട്. പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞാൽ ഹെഡോ പൈസയും ഇല്ല. മത്സ്യത്തൊഴിലാളികളുടെ വീട് ഭവനം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൂടി ചേർത്തുകൊണ്ട് നടത്തിയ ഏറ്റവും മാതൃകാപരമായ പദ്ധതിയായിരുന്നല്ലോ. മത്സ്യമേഖലയും തീരദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി 186 കോടി രൂപയാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്തുണ്ടായിരുന്നത്. വി ഡി സതീശൻ അവതരിച്ച ബഡ്ജറ്റിൽ 1 രൂപ ഹെഡിനകത്ത് വച്ചിട്ടില്ല. ഇങ്ങനെ നോക്കിയാൽ 11 മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അവതരിപ്പിക്കപ്പെട്ട മേഖലകളിൽ ഒന്നിലും പൈസ വയ്ക്കാതെയാണ് ഈ 256 കോടി രൂപ എന്ന നിലയിലേക്ക് ചുരുക്കിയത് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പം മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുകയാണല്ലോ. പറഞ്ഞ വാക്ക് പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നതാണെന്നാണല്ലോ ഈ കാണുന്നത്. എന്തിനു പറയുന്നു? മറൈൻ ആംബുലൻസിന് വേണ്ടി വച്ചിരുന്ന തുക പോലും ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടില്ല. മനോരമയും മാതൃഭൂമിയൊക്കെ വലിയ വാർത്തയും സാധനമൊക്കെ വിന്യസിക്കുന്നുണ്ട്. ഇപ്പോൾ CN പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ ആദ്യത്തെ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മളാണല്ലോ അനുഭവിക്കാൻ പോണത് നാട്ടിലെ ജനങ്ങൾ. മറൈൻ ആംബുലൻസിന് കരുതി വച്ചിരുന്ന തുക പോലും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നീക്കി വച്ചിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഇവിടെ റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഓൺലൈനിൽ കേട്ടു പ്രസംഗം. റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. പഞ്ഞമാസക്കാലത്ത് ഒരു അലവൻസ് കൊടുക്കുക എന്നുള്ള രീതിയുണ്ടല്ലോ. 6000 രൂപയാണ് അലവൻസ് കൊടുക്കേണ്ടത്. 1500 രൂപയാണ് കൊടുത്തത്. 1500 രൂപ എന്ന് പറഞ്ഞത് ഗുണഭോക്ത വിഹിതമാണ്. സംസ്ഥാന കേന്ദ്ര വിഹിതം കൊടുത്തിട്ടില്ല. ഇടതുപക്ഷം 10 വർഷം ഇരിക്കുമ്പോൾ ഗുണഭോക്ത വിഹിതം എന്ന് പറഞ്ഞൊരു വിഹിതം മാത്രമല്ല കൊടുക്കണേ, നമ്മുടെയും കേന്ദ്രം തന്നില്ലെങ്കിൽ ആ പൈസ കൂടി എടുത്തുകൊണ്ടാണ് ആ വിഹിതം കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് കാണാൻ കഴിയും. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഈ പഞ്ഞമാസ അലവൻസ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല, 2700 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 2016 നമ്മുടെ അധികാരത്തിൽ വന്നപ്പോൾ അത് 4500 രൂപയാക്കി. 2021 നമ്മുടെ ഗവൺമെൻറ് തുടർന്നപ്പോൾ മത്സ്യത്തൊഴിലാളിക്കുള്ള പഞ്ഞമാസ അലവൻസ് നമ്മൾ 6000 രൂപയാക്കി. അത് പ്രയാസം കൂടാതെ ഈ ട്രോളിങ്ങിൻ്റെ സമയത്ത് പ്രയാസം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന തുകയാണ് ഇപ്പോൾ 1500 രൂപ നമ്മുടെ തൊഴിലാളി അഴിച്ച വിഹിതം മാത്രം കൊടുത്തിട്ട് സംസ്ഥാനവും കേന്ദ്രവും കൊടുക്കാതിരിക്കുന്നു. അപ്പം എന്തേ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ സതീശനോട് ചോദിച്ചപ്പോൾ കേന്ദ്രം പൈസ തന്നിട്ട് കൊടുക്കാതെ, അപ്പം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായല്ലോ. അപ്പം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. അതേ രൂപത്തിൽ തന്നെയാണ് ഈ ട്രോളിങ്ങിൻ്റെയും ഈ കാലത്തിൻ്റെയും കർക്കിടകം എല്ലാം കൂടി ചേർത്തിട്ടാണ് തൊഴിലാളികൾ എടുത്തിട്ടുള്ള ലോൺ അടയ്ക്കാതിരിക്കാനുള്ള മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലാളിക്ക് വേണ്ടി. എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യം അത്. തൊഴിലാളിയുടെ ലോണിന് തിരിച്ചടവിന് വേണ്ടിയിട്ടുള്ള മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന സമയമാണ് എല്ലാ കാലവും ഈ സമയം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടില്ല. പല തൊഴിലാളികളുടെ വീടുകളിലേക്കും ബാങ്കുകളുടെ നോട്ടീസ് ചെല്ലുകയാണ്. തൊഴിലാളികളുടെ വീടുകളിലേക്ക് ബാങ്കുകളുടെ നോട്ടീസ് ചെല്ലുകയാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ, റേഷൻ കിട്ടാതെ, അവർക്ക് കിട്ടേണ്ട പഞ്ഞമാസ അലവൻസ് കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുടെ തലയിലേക്കാണ് ബാങ്കുകളുടെ നോട്ടീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളിയെ സഹായിച്ച ഗവൺമെൻറ് ആണല്ലോ വി ഡി സതീശൻ്റെ ഗവൺമെൻറ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ചില വലിയ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേതെങ്കിലും മത്സ്യമേഖലയോ തീരദേശ മേഖലയിലെയോ സഹായിക്കാനുള്ള പദ്ധതിയാണോ? അല്ല എന്ന് കാണാൻ കഴിയും. ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്. വിഷൻ സമുദ്ര എന്ന് പറഞ്ഞാൽ വിഷൻ സമുദ്ര സമം ബ്ലൂ എക്കണോമി എന്നാണ്. വിഷൻ സമുദ്ര സമം ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ സമം മോഡി സർക്കാർ എന്നാണ്. വി ഡി സമം മോഡി എന്നാണ്.
വിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന പദ്ധതി വലിയ എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുറമുഖമൊക്കെ ഉൾപ്പെടെ സുപ്രധാനമായ വകുപ്പുകളെല്ലാം കയ്യിലെടുത്ത് വച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ ആത്യന്തികമായ പദ്ധതി എന്നുള്ളത് നമ്മുടെ ധാതു സമ്പത്തുകളും കടലിനകത്തെ എണ്ണമറ്റ സമ്പത്തുകളും കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആവശ്യമായ നിയമപരിഷ്കാരം ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോവിഡിൻ്റെ കാലത്ത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട്. ധാതു സമ്പത്തുകളെ, കടലിനെ കൊള്ളയടിക്കാൻ, വനം പ്രദേശങ്ങളെ കൊള്ളയടിക്കാൻ, കടലിനെ കൊള്ളയടിക്കാൻ സഹായകരമാവുന്ന നിയമമാറ്റം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ കൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു എറണാകുളത്തു നിന്നുള്ള ഹൈബീഡൻ ഉൾപ്പെടെയുള്ള MP എന്നുകൂടി കണ്ടോണം. നിങ്ങൾ വിട്ടുപോകരുത്. ഇവിടെ ജോണേട്ടൻ തുടങ്ങുമ്പോൾ ആ കാര്യം പറയുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയി സംസാരിക്കാൻ വിട്ടിട്ടുള്ളത് ഈ തൊഴിലാളികളുടെയും നാട്ടിലെ ആളുകളുടെയും ആവശ്യം പറയാൻ വേണ്ടിയാ. ചിരിച്ച് കളിച്ച് തോടത്ത് കൈയിട്ട് പോകുന്ന വേണ്ടിയിട്ടല്ല. ജനങ്ങളുടെ ആവശ്യം നിയമനിർമ്മാണ സഭയ്ക്കകത്ത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയല്ലേ തെരഞ്ഞെടുത്ത ആളെ അയക്കുന്നത്. അപ്പൊ കടലും കടൽ തീരവും ഖനനം ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് അത് പാടില്ല എന്ന് പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അവിടെ പാടില്ല എന്ന് പറയാനുള്ള സമീപനം സ്വീകരിച്ചില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടുപോകണം. മറ്റ് അനുകൂലമായ സമീപനം എടുത്തു നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ബ്ലൂ എക്കണോമിയുടെ ഭാഗമായി കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്ര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരു പ്രത്യേക കോറിഡോറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. VD സതീശൻ ഇപ്പോൾ പറഞ്ഞത് ബ്ലൂ എക്കണോമിയുടെ തലസ്ഥാനമായി ആലപ്പുഴ മാറ്റുന്നതാണ് പറഞ്ഞു. ആലപ്പുഴ ജില്ല ഇതിൻ്റെ തലസ്ഥാനമാകുമെന്നാണ് പറഞ്ഞു. അതും ഇങ്ങനെ ഒരു കോറിഡോർ, ഒരു ബെൽറ്റാണ്. കൊച്ചി, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ കൊച്ചിയും ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരം ചെല്ലുന്ന ഒരു ബെൽറ്റാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ളതും മത്സ്യബന്ധവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ കൂടുതലുള്ളത്. അവിടെയാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെ ശക്തിയായി കൊണ്ടുവരാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചത്. ധാതു സമ്പത്തുകളെ ഖനനം ചെയ്യേണ്ട എന്ന അഭിപ്രായം നമുക്കില്ല കേട്ടോ. ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചു പോരുന്നു. ധാതു സമ്പത്തുകളെ ഖനനം ചെയ്യുന്ന കാര്യത്തിനകത്ത് നിയന്ത്രണം വേണമെന്നും അതിൻ്റെ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വേണമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. കാരണം ഇത് വലിയ സമ്പത്താണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ് നമ്മുടെ കടൽ തീരത്തുള്ള ധാതു സമ്പത്തുകൾ എന്നുള്ളത്. അതാണ് ഈ കോർപ്പറേറ്റുകളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി വലിയ പദ്ധതിയായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോണോസൈറ്റ്, ഇൻസൈറ്റ് എന്നൊക്കെ വളരെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മുടെ അക്കാര്യത്തിലുള്ള സമീപനം എന്തെന്ന് വെച്ചാൽ പൊതുമേഖലയുടെ നേതൃത്വത്തിലേ ഇത് ചെയ്യാമുള്ളൂ. പ്രകൃതിയെ ക്രൂരമായി കൊള്ളയടിക്കാൻ പാടില്ല. ക്രൂരമായ കൊള്ളയ്ക്ക് ഇതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതിൻ്റെ ആവാസ വ്യവസ്ഥയെ തകർക്കാൻ പാടില്ല. ജനങ്ങളുടെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സമീപനമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കെൽട്രോണിനെയും KMML-നെയും അതുപോലെ തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നേതൃത്വത്തിലേ ഇത് ചെയ്യാമുള്ളൂ എന്ന നിബന്ധനയാണ് നമ്മൾ വച്ചത്. എന്നാൽ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബ്ലൂ എക്കണോമിയും സ്വകാര്യ മൂലധനം വരണമെന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിന് പരവതാനി വിരിച്ചു കൊടുക്കുന്ന വിഷൻ സമുദ്രയും ലക്ഷ്യം വയ്ക്കുന്നത് പരിപൂർണമായും കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കാണാൻ കഴിയും. അതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം എന്നുള്ളത് കാണണം. ഇപ്പം നമ്മുടെ നാടിനകത്തെ സമ്പത്ത് ഇങ്ങനെ കൊള്ളയടിച്ചാൽ ലോകത്ത് ഇതിനിപ്പോൾ വലിയ വിലയുള്ള ഇലക്ട്രിക് കാറുകളുടെ കാലമാണ്. അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനത്തിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ രൂപപ്പെടുത്തുന്ന ലോകത്തിൻ്റെ കാലമാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ച് തന്നെ വലിയ രൂപത്തിലുള്ള ക്ലീൻ എനർജി എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാലമാണ് ലോകത്ത് തന്നെ. അപ്പം അതുകൊണ്ട് ഇത്തരം ധാതു സമ്പത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ധാതു സമ്പത്തുകൾ 60% ഇപ്പോൾ ഉത്ഭവിപ്പിക്കുന്നത് ചൈനയാണ്. അതിൻ്റെ 95% കൈകാര്യം ചെയ്യുന്നത് ലോകത്ത് ചൈനയാണ്. അത് ലോകത്ത് സാമ്പത്തിക ശക്തിയുടെ രംഗത്ത് ചൈനയ്ക്ക് അതിവേഗതയിലുള്ള വളർച്ചയ്ക്ക് സഹായകരമായ ഒന്നാണ്. ഇപ്പം ഈ വരുന്ന പദ്ധതിയെ എല്ലാം സൂക്ഷ്മമായി നടത്തിയ ഒരു സാമ്രാജ്യത്വ അജണ്ട പദ്ധതി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യക്കകത്ത് നടപ്പാക്കുന്ന പദ്ധതി ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ലോകത്തിൻ്റെ ഭാവിയിൽ ഏറ്റവും ആവശ്യകരമായി വരുന്ന ഈ ധാതു സമ്പത്തുകളെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകളെ അനുവദിക്കുകയും അവരെ കയറൂരി വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗം എന്നുള്ളത് കാണാം. ഇപ്പോൾ ബ്ലൂ എക്കണോമി എന്നുള്ളത് ഏതാണ്ട് 607 പേജുള്ള 7 പുസ്തകങ്ങളുണ്ട്. അതിലെ 6ാമത്തെ പുസ്തകത്തിനകത്താണ് കടൽ ഖനനത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്.
ഈ കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശർമ്മസഖാവ് പറഞ്ഞു, കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 തരത്തിലുള്ള സമ്പത്തുകളുണ്ട്. ഒന്ന് ജീവനുള്ള സമ്പത്ത്, മത്സ്യസമ്പത്ത്, മറ്റ് ജീവജാലങ്ങൾ എന്നുള്ള സമ്പത്ത്. ആ സമ്പത്തിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് നമുക്ക് ആ സമ്പത്ത് എടുക്കുകയും നമുക്ക് ഉപയോഗിക്കുകയും നമ്മുടെ രാഷ്ട്രത്തിന് സൗകര്യപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ 6 ലക്ഷം ടൺ മത്സ്യസമ്പത്തുകൾ പ്രതിവർഷം ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സമ്പത്ത് അത് വലിയ സമ്പത്താണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ കാര്യം അത് പ്രത്യുൽപാദനപരമാണ്. ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയത്ത് നിയന്ത്രണം വരുത്തിയാൽ അതിലും ചില തർക്കങ്ങളുണ്ട്, വൻകിട ആൾക്കാർ പുറത്ത് പിടിക്കുന്നുണ്ടെന്നുള്ള വേറെ വിഷയമുണ്ട്. എന്നാലും ട്രോളിങ് ഉൾപ്പെടെയുള്ള ആവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയാൽ ആ സമ്പത്ത് പ്രത്യുൽപാദനപരമാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും കടലിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രത്യുൽപാദനപരമല്ലാത്ത സമ്പത്തുകളുടെ കലവറ കൂടിയാണ് കടൽ എന്നുള്ളത് കാണാൻ കഴിയും. അവിടെ നിരവധിയായ ധാതു സമ്പത്തുകളുണ്ട്, അതുപോലെ പ്രകൃതി എണ്ണ പോലെയുള്ള വിഭവങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അത് വാരാൻ തുടങ്ങിയാൽ വാരുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. വാരാൻ തുടങ്ങിയാൽ മത്സ്യസമ്പത്ത് പോലെയോ ജീവസമ്പത്ത് പോലെയോ അതിനാനുപാതികമായി പ്രത്യുൽപാദനപരമായി ഉയർന്നു വരുന്ന ഒന്നല്ല. ഇത് വറ്റും, ഇത് തീരും, കുറെ കാലമെടുക്കുമായിരിക്കും. സമ്പത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് കാലമെടുക്കുമായിരിക്കും. ഇത് വറ്റുകയും തീരുകയും ചെയ്യുന്നതാണ്. ആ സമ്പത്തുകളെ ആ രൂപത്തിൽ വാങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, കടലിൻ്റെ ആവാസ വ്യവസ്ഥ തകരും. അപ്പം അത് മത്സ്യമേഖലയെ തകരും. മത്സ്യത്തൊഴിലാളിയുടെ മാത്രമല്ല, തീരദേശമാകമാനം മാറും. ഈ പുറ്റുകൾ എന്നെല്ലാം പറയുന്ന വിവിധ മലകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഈ കടലിനകത്തുമുണ്ട്. കരയിലുള്ള എല്ലാ സാധനവും കടലിനകത്തുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതേ കാര്യങ്ങളെല്ലാം കടലിനകത്തുമുണ്ട്. വലിയ രൂപത്തിലുള്ള ഖനനങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിൻ്റെ സന്തുലിതാവസ്ഥ തകരും. അത് ദ്രുതഗതിയിലുള്ള കടലിൻ്റെ സ്വഭാവത്തെ മാറ്റും. അത് തീരദേശത്തെയും മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല കൊച്ചിയൊക്കെ പ്രധാനമായ നഗരം എന്ന നിലയിൽ കൊച്ചി പോലെയുള്ള മഹാനഗരത്തെ പോലും ബാധിക്കും. ലോകത്താകമാനം ഇത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത്തരം ഖനനങ്ങൾക്ക് ഗൗരവമായ നിയന്ത്രണം വേണമെന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ VD സതീശൻ ആ ഖനനത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. ആ ഖനനത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേക ഫ്ലൈറ്റ് എടുത്ത് മംഗലാപുരത്ത് യോഗം ചേർന്നതിന് പോയി. കണ്ടയാളുടെ പേര് അദാനി എന്നാണ്. ബ്ലൂ എക്കണോമിയുടെ ഭാഗമായി അദാനി ഇതിനകം തന്നെ ആന്ധ്രയ്ക്കകത്ത്, ഒഡീഷയ്ക്കകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഇത് നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ വലിയ ശക്തിയായി നടത്തിയിട്ടുണ്ട്. തമിഴ്നാട് എടുത്ത് നോക്കിയാൽ ടാറ്റ വലിയ 1500 കോടിയിൽ പരം തുകയുടെ ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശത്തും വലിയ കോർപ്പറേറ്റുകൾ കണ്ണുവച്ച് മഹാരാഷ്ട്രയിലെ രത്നഗിരി 10 സ്ഥാപനങ്ങൾ, ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദേശ കമ്പനികൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ കമ്പനികളോട് കൊളാബ് ചെയ്തിട്ട് രത്നഗിരിക്കകത്തുനിന്ന് 10ലേറെ കമ്പനികളുണ്ട്. അടുത്തത് വരാൻ പോകുന്ന കേരളമാണ്. കേരളം ഇതിനകത്ത് സുപ്രധാനമായ കേന്ദ്രമാണ്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷം ഉണ്ടായത് കൊണ്ട് മത്സ്യത്തൊഴിലാളികളെയും തീരദേശ മേഖലയെയും ഈ നാടിൻ്റെ പ്രകൃതിയും സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് കൊണ്ട് അത്യാർത്തി പൂണ്ട ഈ കോർപ്പറേറ്റുകളുടെ മുന്നിൽ നമ്മൾ മുട്ടുമടക്കിയില്ല. നിങ്ങൾ കൊല്ലത്ത് ബ്ലൂ എക്കണോമിയുടെ ഭാഗമായി മണൽ ഖനനത്തിന് വന്നപ്പോൾ അതിനെതിരെ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് നമ്മൾ നിയമസഭയ്ക്കകത്ത്. അന്ന് നമ്മളോടൊപ്പം യോജിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്. അന്ന് യോജിക്കുക ചെയ്ത് അയ്യകണ്ഠേനുള്ള പ്രമേയം പാസ്സാക്കിയിരുന്നു നമ്മൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറ്റി ഈ പ്രകൃതി സമ്പത്തിനെ അദാനിയെ പോലെയുള്ളവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി തുറന്നു കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇവരുടെ നയപ്രഖ്യാപനവും ഇവരുടെ ബഡ്ജറ്റും എന്നുള്ളത് കാണണം. ഇതുകൊണ്ട് കേവലം നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, തീരദേശ മേഖലയെ ആകമാനം തകർക്കാൻ പോകുന്നതാണ്. കൊച്ചി പോലെയുള്ള മഹാനഗരത്തെ പോലും വിഴുങ്ങാൻ പോകുന്ന സാധ്യതയിലേക്ക് നാളെ എത്തിച്ചേരാൻ പോകുന്ന അപകടമാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിത് കാണുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഏതറ്റം വരെയുള്ള സമരവും നമ്മൾ എടുക്കേണ്ടി വരണം എന്ന് പറഞ്ഞല്ലോ. വളരെ കൃത്യമാണ്. കാരണം എന്താ കാര്യം ഇപ്പം ഈ കോർപ്പറേറ്റുകളെല്ലാം നിയമമുണ്ടാക്കി ഈ വരവ് വരുന്നത് വെറുതെ വരുന്നതല്ല. 100 മീറ്റർ മുതൽ 6000 മീറ്റർ വരെയുള്ള പ്രദേശത്തെ ഖനനത്തിന് സഹായകരമാകുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഏതാനും വർഷക്കാലം കൊണ്ട്. അതിനാവശ്യമായ അത്യാധുനികമായ ഉപകരണ സംവിധാനങ്ങൾ, നമ്മൾ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്ന പോലെയല്ല, അത്യാധുനികമായ ഉപകരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഖനനത്തിന് വേണ്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ കൂട്ടർ എന്നുള്ളത് കാണും. ഇപ്പൊ ചെറിയൊരു അപകടമല്ല വരുന്നത്. ഒരു രാഷ്ട്രീയം മാറി, ഇടതുപക്ഷം 10 വർഷമായില്ലേ ഒന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ വന്ന ഭൂതം നമ്മളെ വിഴുങ്ങുന്ന ഭൂതമാണ് എന്നുള്ളതാണ് സ്ഥിതിവിശേഷം എന്നുള്ളത് കാണും. അതുകൊണ്ടാണ് മത്സ്യമേഖലയ്ക്കകത്തും തീരദേശ മേഖലയ്ക്കകത്തും ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള സമരം
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന കാര്യത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആകമാനം ബാധിക്കുന്നത് എന്നുള്ളത് ഈ സമൂഹം മറന്നുപോകരുത്. രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെട്ട MP എന്നുള്ളയാള് തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ്സായി പോയപ്പോൾ അവിടെ പോയി മൗനമായി ഇരുന്നു കൊടുത്തപ്പോൾ ഇത്തരം നയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് സ്ഥിതിവിശേഷം എന്നുള്ളത് കാണണം. ഇപ്പോൾ ഹൈബി ഈഡനെ എല്ലാ തവണയും ജയിപ്പിച്ച് നമ്മൾ വിടുമ്പോൾ നമ്മുടെ തന്നെ പെട്ടിക്കകത്ത് ആണി അടിക്കുന്ന ഓരോ തവണ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ നയവുമായി പോകുന്നവരെ ജയിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അപകടം എന്നുള്ളത് കാണും. ഇപ്പം നോക്കൂ, നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്ത് എത്ര രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം കാര്യങ്ങൾ മാറി. ഇപ്പോൾ വരുന്ന ദിവസം നമ്മൾ ടെട്രോപാഡ് വീണ്ടും അത് പണി പൂർത്തീകരിക്കണം, കണ്ണമാലിയിലേക്ക് നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം നടക്കുകയാണ്. 17-ാം തീയതി 17-ാം തീയതി നമ്മുടെ സമരം നടക്കുകയാണ്. ടെട്രോപാഡ് എങ്ങനെയാണ് നടത്തിയപ്പോൾ CNN-ന്റെ വോട്ടിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടം 404 കോടി രൂപ. 2-ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി നിർവഹിച്ചിട്ടാണ് പോയത് എന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ചിത്രം എന്താ? ആ ടെട്രോപാഡിൻ്റെ നിർമ്മാണം ഇനി നടക്കാൻ പോകില്ല എന്ന ചിത്രത്തിലേക്ക് വന്നില്ലേ? കാരണം എന്താ? കിഫ്ബി പദ്ധതി പറ്റില്ല എന്നാ തീരുമാനം. കിഫ്ബിയെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് കിഫ്ബി വേണ്ട എന്ന് തീരുമാനിച്ചാൽ കണ്ണമാലിയിലേക്കുള്ള ടെട്രോപാഡ് നീളില്ല. ഒരു സംശയവും വേണ്ട. അതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം, എഴുതി വെച്ചോളൂ, ഒരു സംശയവും വേണ്ട. 1,00,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കിഫ്ബിക്കകത്തിന്റെ ഭാഗമായി നടന്നത്. 44,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിഭാവനം ചെയ്ത ഡോക്ടർ തോമസ് ഐസക് തന്നെ ഒരു വേദിക്കകത്ത് പറഞ്ഞ് ഞാൻ കേട്ടത്, ബഡ്ജറ്റ് അലോക്കേഷൻ പ്രകാരമാണ് ഈ വികസനം കേരളത്തിൽ നടക്കുന്നത് എങ്കിൽ അത് നടക്കാൻ ചുരുങ്ങിയത് ഒരു 30-35 വർഷം എടുക്കുമെന്നാണ്. അപ്പം നമുക്കൊന്നും തോന്നില്ല, നമ്മുടെ പ്രായത്തിനോടൊപ്പം 30-35 കൂട്ടിക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം. ഏത് 30-35 കോടി? ഇന്ന് കേരളത്തിൽ നടന്ന ഈ വികസനം സാധാരണഗതിയിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു 30-35 വർഷം എടുക്കും ഇന്ന് നടന്ന കാര്യങ്ങൾ നടക്കാൻ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ. അപ്പം 10-30 വർഷക്കാലങ്ങൾക്ക് അപ്പുറം നടക്കാൻ കഴിയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയുടെ പേരാണ് കിഫ്ബി. ഒരു നാടിൻ്റെ പുരോഗതിക്ക് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാൻ പാടില്ല. പക്ഷേ ആ കിഫ്ബിയെ തകർക്കുന്നതിന് അജണ്ടയുണ്ട്. അതും വലിയ പ്രമാണിമാരുടെയും വലിയ രൂപത്തിലുള്ള കോൺട്രാക്ടർമാരുടെയും അത്തരം താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന പണം പോക്കറ്റിൽ മേടിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് നാടിൻ്റെ വികസനം തകർന്നാലും വേണ്ടില്ല ഈ പദ്ധതി തകരണം എന്ന നില സ്വീകരിച്ചത്. ഇപ്പം എറണാകുളത്തിൻ്റെ മാലിന്യ പ്രശ്നത്തിന് വേണ്ടി കനാലുകൾ നന്നാക്കാൻ വേണ്ടി 7 കനാലുകൾക്ക് 3,750 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ മുഖച്ഛായ മാറാൻ പോകുന്ന കാര്യമായിരുന്നു. ഇപ്പം നടക്കാൻ വേണ്ടി പോകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കിഫ്ബി ഇല്ലാണ്ട് പോയാൽ ഈ 3,750 കോടിയുടെ പദ്ധതി നടക്കാൻ പറ്റുമോ? ഇപ്പോൾ 14-ാം തീയതി മൂവാറ്റുപുഴ നമ്മുടെ പ്രതിഷേധ സായാഹ്നത്തിൽ ഉയർത്തുന്ന വിഷയം ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 3,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വച്ചത്. ഈ 2ാം UPA ഗവൺമെൻറ് വന്ന കോൺഗ്രസിൻ്റെ കാലത്താണ് കേന്ദ്ര പദ്ധതിക്ക് പകുതി പൈസ സംസ്ഥാനം കൊടുക്കണമെന്ന കേന്ദ്ര നിയമം ഉണ്ടാക്കിയത്. ഇവരെന്തെല്ലാം ഗുരുദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് കാണണം ഈ കോൺഗ്രസ്സുകാർ. സാധാരണ കേന്ദ്ര പദ്ധതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കേന്ദ്രം തന്നെയല്ലേ ചെയ്യേണ്ടത്. വിശേഷിച്ച് റെയിൽവേ പദ്ധതികൾ കേന്ദ്രം തന്നെയാണല്ലോ ചെയ്യേണ്ടത്. 2ാം UPA ഗവൺമെൻറ് കാലത്താണ് പറഞ്ഞത് 50% സംസ്ഥാനം വഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ BJP ഗവൺമെൻറ്റും ആ നിലപാട് ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ 3,500 പരം കോടി രൂപ എന്ന് പറഞ്ഞാൽ 1,500 പരം കോടി രൂപയുടെ തുക എന്ത് വേണം? നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണം. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് തീരുമാനിച്ച് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നു എന്നതിൻ്റെ കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തു. ഇനി കിഫ്ബി ഇല്ലെങ്കിൽ ഈ ശബരി റെയിൽ പദ്ധതി നടപ്പാവൂ? ഇതാണ് നമ്മുടെ സ്ഥിതിവിശേഷം എന്നുള്ളത് കാണണം. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങളെ തകർക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്കകത്തേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ നേരിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നു. അവരുടെ റേഷൻ ഉൾപ്പെടെ, അവരുടെ അലവൻസ് ഉൾപ്പെടെ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഉൾപ്പെടെ, പുനർഗേഹം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീരദേശ മേഖലയെ പരിപൂർണമായും കൊള്ളയടിക്കാൻ സഹായകരമാവുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ കോർപ്പറേറ്റുകൾക്കുള്ള പരവതാനി വിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമുക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ശരിയായ സമരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.
അത് ശക്തിയായി ഉയർത്തുക എന്നതാണ് നമ്മൾ ഈ സമരങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമ്മൾ എതിർക്കുന്നവർ ചെറിയ കൂട്ടരല്ല എന്നുള്ളത് കൂടി കണ്ടോണം. കോൺഗ്രസും BJPയും എല്ലാവരും ഒന്നിച്ച് ഒരു പക്ഷത്താണ്. അവർക്ക് എല്ലാവർക്കും അദാനിയുടെ കാര്യം വരുമ്പോൾ ഒരേ കാര്യമാണ്, ഒരേ താല്പര്യമാണ്. അതിൽ RSSനും BJPക്കും വ്യത്യസ്ത അഭിപ്രായമില്ല, നരേന്ദ്രമോദിക്കും അഭിപ്രായ വ്യത്യാസമില്ല, VD സതീശനും അഭിപ്രായ വ്യത്യാസമില്ല. അദാനിയുടെ കച്ചവടം ചെയ്യണതിൽ ഇവരെല്ലാവരും ഒന്നാണ്. രാഹുൽ ഗാന്ധിയെ കാണാനുമില്ല. രാഹുൽ ഗാന്ധി എവിടെയാണെന്നറിയോ? ഇവിടെ വന്ന് ശബരിമലയിലെ സ്വർണം കട്ടത് ആരാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ പാടി പോയതാ. അയോധ്യയിലെ രാമക്ഷേത്രത്തിനകത്ത് 1400 കോടി രൂപയുടെ സ്വർണം കെട്ടുണ്ട് പോയി. അയോധ്യയുടെ ഭൂമിയും അയോധ്യയുടെ സ്വർണവും രാമന്റെ സ്വർണവും ഭൂമിയും എല്ലാം RSSകാർ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. 1400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാ പുറത്തു വരുന്ന വിവരം. എന്നാൽ ആരാ തട്ടിച്ചതെന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധിയെ കാണണ്ടോ? ഇയാളിപ്പോ എവിടെയാന്നറിയില്ല. ഇയാൾ ഇങ്ങനെയാണ്, കുറെ കാലത്ത് കാണാണ്ട് പോകും. ആർക്കും അറിയില്ല. ഇപ്പൊ എവിടെയും കാണുന്നുണ്ടോ? TV കാണുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ സമീപനം എന്നുള്ളത് കണ്ടുകൊള്ളണം. അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. VD സതീശൻ സർക്കാരിന്റെ മുഖമുദ്ര അത് കോൺഗ്രസിന്റെയോ UDFന്റെയോ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സർക്കാരല്ല, മറിച്ച് ആ സർക്കാർ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാർ കൂടിയാണ്. ആ സർക്കാർ മോദിയുടെയും RSSന്റെയും താല്പര്യം കൂടി സംരക്ഷിക്കുന്ന സർക്കാരാണ്. ഇവിടെ ഇരട്ട ലോട്ടറി അടിച്ചിട്ടാണ് RSSും BJP ഇരിക്കുന്നത്. VD സതീശൻ എന്ന് പറഞ്ഞാൽ VD മോഡി എന്ന് പറഞ്ഞാൽ ഒരേ അച്ചുതണ്ടായി മാറുകയാണ്. VD സതീശൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസോ UDFോ പറയുന്നത്. അതുകൊണ്ടല്ലേ KC വേണുഗോപാൽ ചോദിച്ചെന്താണ്, ഇതെന്നാ സൂപ്പർ മുഖ്യമന്ത്രി അദാനി ഭരിക്കുന്നതാണോ എന്ന് KC വേണുഗോപാലല്ലേ ചോദിക്കുന്നത്. അപ്പൊ KC വേണുഗോപാലിന് പോലും ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. അതുകൊണ്ട് പുത്തനച്ചി പരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ മാതിരി അധികാരത്തിൽ വന്നതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് വലിയ രൂപത്തിലുള്ള കൊള്ളയുടെ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ ശബ്ദിക്കണം, ജനങ്ങളുടെ സമരം ഉയരണം. കൂടുതൽ ശക്തിയോടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ, പൊതുപ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തിയോടെ നമുക്ക് സമരങ്ങളായി മുന്നോട്ട് പോകണം. അതിൻ്റെ തുടക്കമാകട്ടെ ഈ സമരമെന്ന് സൂചിപ്പിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും CPM എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.